മദീനയിൽ ഉംറ ബസ് പെട്രോൾ ടാങ്കറിൽ കൂട്ടിയിടിച്ച് കത്തി 42 ഹൈദരാബാദ് സ്വദേശികൾ മരിച്ചു. മക്കയിൽ നിന്ന് പുറപ്പെട്ട ഉംറ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 20 സ്ത്രീകളും 11 പേർ കുട്ടികളുമാണ്. അപകടത്തിൽ ഒരാൾ ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മദീനയിലെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 12:30-ക്കും 1:30-ക്കും ഇടയിലാണ് ഈ അപകടം നടന്നതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള അവസാനത്തെ റിപ്പോർട്ട്. മക്കയിൽ നിന്നും ഉംറ തീർത്ഥാടനം പൂർത്തിയാക്കിയ ഇവർ മദീന സന്ദർശനത്തിനായി യാമ്പു കഴിഞ്ഞ് ബദർ വഴിയാണ് മദീനയിലേക്ക് പുറപ്പെട്ടത്. ഇതിൽ മദീനയിൽ എത്തുന്നതിന് മുന്നോടിയായി ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടം നടക്കുന്നത്. മക്കയിൽ നിന്ന് ഏതാണ്ട് 5 മണിക്കൂർ യാത്രയാണ് ബസ് മാർഗം മദീനയിലേക്കുള്ളത്. ഈ അപകടം നടന്നത് ഒരു പെട്രോൾ ടാങ്കറുമായി ബസ് നേരിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആ നിമിഷം തന്നെ അതൊരു സ്വാഭാവികമായിട്ടും പെട്രോൾ ടാങ്കറാണ്. അത് ആ കൂട്ടിയിടിയിൽ തന്നെ തൽക്ഷണം വലിയൊരു തീഗോളമായി ആ ബസ് മാറി. 43 പേരാണ് ബസ്സിനകത്തുണ്ടായിരുന്നത്. അതിൽ തന്നെ 42 പേർ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ മദീനയിലെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു പേരുടേത് സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അവശേഷിച്ച ഒരാൾ, അദ്ദേഹം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അത് 25-കാരനായ മുഹമ്മദ് ഷുഐബ്. ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 42 പേരുടെയും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് അവരെ തിരിച്ചറിയണം. ഒപ്പം തന്നെ അതിനുശേഷം അവരുടെ ഖബറടക്കം മദീനയിലായിരിക്കും പൂർത്തിയാക്കുക. സാധാരണ രീതിയിൽ മക്കയിലോ മദീനയിലോ തീർത്ഥാടകർ മരണപ്പെട്ടാൽ അവിടെ തന്നെ ഖബറടക്കുന്നതാണ് രീതി. ഉംറ ഏജൻസിയുമായി ഏകോപനം ഈ വിഷയത്തിൽ ഹജ്ജ് ഉംറ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഈ ഉംറ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഇവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും മരണപ്പെട്ട മുഴുവൻ ആളുടെയും വിശദാംശങ്ങൾ ഈ ഉംറ ഏജൻസിയുടെ കയ്യിലുണ്ട്. രക്ഷപ്പെട്ടയാളുടെയും വിവരങ്ങൾ അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവരെ തിരിച്ചറിയുക എന്നുള്ളൊരു നടപടിക്രമം മാത്രമായിരിക്കും ഒരു പക്ഷേ ബാക്കിയാവുക. ഇതിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം, ഏറ്റവും ദാരുണമായ കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 9 വയസ്സിന് താഴെ പ്രായമുള്ള 11 കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 20 പേർ സ്ത്രീകളാണ്. ഏതാണ്ട് 4 പേർ ഏറെ പ്രായമുള്ള മുതിർന്നവരാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കുടുംബസമേതം ഉംറക്കായി മക്കയിലേക്ക് ഹൈദരാബാദിൽ നിന്നും എത്തിയവരാണ്. അതിനുശേഷം മദീനയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്.